അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളത്. പല ഉദ്യോഗാർത്ഥികളും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കുകയുണ്ടായി, സാറേ ഹോൾ ടിക്കറ്റ് എനിക്ക് വന്നിട്ടില്ല, പരീക്ഷയുടെ ഡേറ്റ് ആയി, ഇതുവരെ എനിക്ക് ഹോൾ ടിക്കറ്റ് PSC എൻ്റെ പ്രൊഫൈലിൽ അയച്ചു തന്നില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ എന്നൊക്കെ ചോദിച്ച് ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ ഫോണിൽ വിളിക്കുകയുണ്ടായി. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ PSCയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന അവസരത്തിൽ നിങ്ങൾ ചെയ്യുന്ന അപേക്ഷ, നിങ്ങൾ സമർപ്പിക്കുന്ന അപേക്ഷ അത് കൃത്യമായിട്ടുള്ളതാണോ, ശരിയായ രീതിയിലാണോ അപേക്ഷിച്ചത് എന്ന് വളരെ ശ്രദ്ധയോടുകൂടി അപേക്ഷിക്കുന്നതിന് മുമ്പ് നോക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ അപേക്ഷ കൃത്യമായിട്ട് അപേക്ഷിച്ചിട്ടുണ്ടോ? പലപ്പോഴും പല ഉദ്യോഗാർത്ഥികളും കഴിവും യോഗ്യതയും ഉണ്ടെങ്കിൽ പോലും കമ്പ്യൂട്ടർ സെൻ്ററുകൾ വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഒക്കെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. അങ്ങനെ അപേക്ഷ സമർപ്പിക്കുന്ന അവസരത്തിൽ കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ തങ്ങൾ ഏതൊക്കെ തസ്തികകളിലാണ് അപേക്ഷിച്ചത് ആ അപേക്ഷകളൊക്കെ തന്നെ കൃത്യമായിട്ട് PSCയിൽ എത്തിയിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അപേക്ഷ, തെറ്റായ അപേക്ഷകളൊക്കെ PSCയിൽ എത്തുന്ന പക്ഷം അത് PSC നിരസിക്കുകയും അങ്ങനെ നിരസിക്കുന്ന അപേക്ഷകളുടെ എണ്ണം കൂടുതലായി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അങ്ങനെ തെറ്റായ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം പിന്നീട് പരീക്ഷാ തീയതി വരുന്ന അവസരത്തിൽ തങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വരുന്നില്ല, അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് മനസ്സിലാകുന്ന അവസരത്തിലാണ് പിന്നെയും ഈ അപേക്ഷയെ സംബന്ധിച്ച് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ തങ്ങളുടെ അപേക്ഷ തെറ്റായ രീതിയിലാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി പിന്നീട് ഒരു അവസരം കൂടി നൽകാൻ PSCയെ സമീപിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അപേക്ഷ സമർപ്പിക്കാൻ ഡേറ്റ് കഴിഞ്ഞു പോയതിനാൽ പിന്നീട് അത് അവസരം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ വരുന്നത്. അപ്പോൾ PSCയിലേക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും തയ്യാറാകേണ്ടതാണ്. അതായത് അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അപേക്ഷയിലെ വിവരങ്ങളൊക്കെ തന്നെ അത് മുഴുവനും വായിച്ച് ഉറപ്പുവരുത്തേണ്ടത് ഓരോ ഉദ്യോഗാർത്ഥിയുടെയും കടമയാണ്. ഫോട്ടോയുടെ പുറത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള പേരും പ്രൊഫൈലിൽ നൽകിയിട്ടുള്ള പേരുമൊക്കെ ഒരുപോലെ ആകണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലെയോ സ്കൂൾ രജിസ്റ്ററിലെയോ ജനനത്തീയതി തന്നെ പ്രൊഫൈലിലും ചേർക്കണം എന്നുള്ള കാര്യം പല ഉദ്യോഗാർത്ഥികൾക്കും അറിയത്തില്ല. അത് കൃത്യമായിട്ട് ചേർത്തിരിക്കണം. ജനനത്തീയതി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒന്നായതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് SLC സർട്ടിഫിക്കറ്റിലെ ജാതിയും മതവും രേഖപ്പെടുത്തിയതിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തിയ ഗസറ്റ് വിജ്ഞാപനം ഹാജരാക്കിയാലേ സംവരണ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. അപേക്ഷയിലെ ജാതി, മതം, റിസർവേഷൻ ഗ്രൂപ്പ് എന്നിവ ശരിയാണോ എന്ന് അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പാക്കേണ്ടത് ഉദ്യോഗാർത്ഥിയുടെ കടമയാണ്. അതുപോലെ തന്നെ സാമുദായിക സംവരണം, ഭിന്നശേഷി സംവരണം, സാമ്പത്തിക സംവരണം എന്നിവയ്ക്ക് അർഹതയുള്ളവർ അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ അവ പ്രൊഫൈലിൽ അവകാശപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായിട്ട് നമ്മുടെ പ്രൊഫൈലിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡിക്ലറേഷൻ ലിങ്കിൽ അർഹമായ എല്ലാ വെയിറ്റേജും പ്രിഫറൻസ്, അതായത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ഡിക്ലറേഷനുകളും എന്ന് കൃത്യമായും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അപേക്ഷ അയക്കുന്നതിന് മുമ്പ് ഉറപ്പുവരുത്തേണ്ടത് ഉദ്യോഗാർത്ഥിയുടെ കടമയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡിക്ലറേഷൻ വെയിറ്റേജ് ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ, എക്സ് സർവീസ് മാൻ, അതുപോലെ സ്പോർട്സ്, NCC, അതുപോലെ തന്നെ പ്രിഫറൻസ്, വൈഫ് ഓഫ് ജവാൻ, സ്കൗട്ട്, ഗൈഡ്, അതുപോലെ തന്നെ വിഡോ എക്സെട്ര ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ
ഡോക്ടറൽ ഫെലോഷിപ്പ്, അധ്യാപക തസ്തികകൾക്ക് എന്നിവ അപേക്ഷയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇതൊക്കെ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ജില്ലാതല നിയമനങ്ങൾക്ക് അപേക്ഷിക്കുന്നവര് അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജില്ല കൃത്യമാണോ എന്ന പ്രിവ്യൂ നോക്കി ഉറപ്പുവരുത്തണം. അതിനുശേഷം പിന്നീട് വരുന്ന പരാതികളൊന്നും തന്നെ സ്വീകരിക്കുന്നതല്ല. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ഒരു കാരണവശാലും അതിൽ മാറ്റാൻ സാധ്യമല്ല എന്നുള്ള കാര്യം എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ അപേക്ഷ സബ്മിറ്റ് ചെയ്ത ശേഷം അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ച് അപേക്ഷ സമർപ്പിച്ചാൽ മാത്രമേ തങ്ങളുടെ അപേക്ഷ കൃത്യമായിട്ട് PSCയിൽ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങളുടെ അപേക്ഷ തെറ്റായ രീതിയിലാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ചെയ്യും. അപേക്ഷ റിജക്റ്റ് ചെയ്താൽ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല. അപേക്ഷ സമർപ്പിക്കേണ്ട കാലാവധിക്ക് ശേഷം പിന്നീട് വരുന്ന പരാതികളൊന്നും PSC അംഗീകരിക്കുകയുമില്ല. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ പഠിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി സമയം ചെലവഴിക്കുന്നു. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ചേർന്ന് അക്കാഡമികളിലൊക്കെ ചേർന്ന് പഠിക്കുന്നു. പക്ഷെ നമ്മൾ പഠിച്ചുകൊണ്ട് മാത്രം നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ല. പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരു PSC അപേക്ഷ എങ്ങനെയാണ് കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടത്, ഇങ്ങനെയുള്ള പൊതുവായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വ്യക്തമായ ധാരണ ഉണ്ടായാൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് ചെയ്യുകയും വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് കൺഫർമേഷനൊക്കെ കൊടുത്താൽ കൃത്യമായിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ച് ഓരോ PSC ഉദ്യോഗാർത്ഥികളും ജോലിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.